ഹായ് എവരിവൺ. കാര്യം ക്രിയേറ്റീവ്സിന്റെ മൂന്നാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കൊറോണ കാലത്തുണ്ടായ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം വളരെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ട് തടസ്സം കൂടാതെ തന്നെ എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ പല വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും തുടങ്ങിയാണ്. ആധുനിക സംഗീതോപകരണമായ ഇലക്ട്രോണിക് കീബോർഡ് ഏറ്റവും ലളിതമായി എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ സൈഡ് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. എന്നിരുന്നാലും കീബോർഡ് ഫാമിലിൽപ്പെട്ട ഹാർമോണിയം, അക്കോർഡിയൻ, പിയാനോ, അങ്ങനെ പലതരം ഓർഗൻ, ചർച്ച് ഓർഗൻ, പേപ്പർ ഓർഗൻ, പല ഓർഗൻ, അതുപോലുള്ള സംഗീതോപകരണങ്ങൾ അതെല്ലാം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ വീഡിയോ വളരെ ഉപയോഗപ്രദമായിരിക്കും. ഇപ്പോൾ പറഞ്ഞ എല്ലാ കീ ഇൻസ്ട്രുമെന്റ്സിന്റെയും മ്യൂസിക് ബേസ് ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് അത്തരം ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്കും ഈ വീഡിയോ തീർച്ചയായും ഗുണം ചെയ്യും. നമ്മുടെ എല്ലാം ജീവിതത്തില് ലളിതകലായ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്, ശരിയല്ലേ? പലതരം ഇമോഷനുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ പാടാറുണ്ട്. പാട്ട് പാടാൻ കഴിയാത്തവർ ആണ് നമ്മളെങ്കിൽ പോലും ഒരു സംഗീതോപകരണത്തിന്റെ നമ്മുടെ കൈവിരലുകളുടെയും സഹായത്തോടുകൂടി നമ്മുടെ ഉള്ളിലെ സംഗീതത്തെ ഇമോഷണലായി തന്നെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, അതുകൊണ്ട് ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ പറ്റുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. തീർച്ചയായും അവർക്കും പ്രായഭേദമന്യേ സംഗീതോപകരണം പഠിച്ച് ആ ഒരു കുറവ് നിർത്താൻ പറ്റും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് കീബോർഡിനെ കുറിച്ചാണ്. അതിന്റെ ഏറ്റവും പ്രധാന ഭാഗമായ കീയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് സൈസ് കീബോർഡിന്റെ കീസ്. ഇത് വൈറ്റ് കീ, ഇത് ബ്ലാക്ക് കീ. എല്ലാ സ്റ്റാൻഡേർഡ് സൈസ് കീബോർഡിനും കീസ് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ തന്നെയായിരിക്കും. ഇത്തരം നിരവധി കീകൾ ഒരു ബോർഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിന് കീബോർഡ് എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് കീബോർഡില് ഇതുപോലെ ബ്ലാക്കും വൈറ്റും ചേർത്ത് 61 കീസ് ഉണ്ടാകും. അതായത് 36 വൈറ്റ് കീസ് ആൻഡ് 25 ബ്ലാക്ക് കീസ്. കീബോർഡ് സീരിയസ് ആയിട്ട് പഠിക്കാൻ ആരംഭിക്കുന്നത് 5 ഒക്ടേവ്സ് ഉള്ള സ്റ്റാൻഡേർഡ് സൈസ് കീബോർഡ് തന്നെ വായിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒക്ടേവ്സ് എന്താണെന്ന് ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ പറയാം. ഓക്കെ, ഇനി നമുക്കൊരു കീബോർഡിൽ കീസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് സൈസ് കീബോർഡിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് കീസ്. ഇതിൽ 7 വൈറ്റ് കീസും 5 ബ്ലാക്ക് കീസുമാണ് ഉള്ളത്. ടോട്ടൽ 12 കീസ്. ഇതുപോലെ 5 ഗ്രൂപ്പ് ഓഫ് കീസ് ആണ് 5 ഒക്ടേവ്സ് ഉള്ള ഒരു കീബോർഡിൽ ഉള്ളത്. ഇതിന്റെ വൈറ്റ് കീസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക. എല്ലാം ഒന്നിനോടൊന്ന് ചേർന്ന് ഒരു നിരയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബ്ലാക്ക് കീസ് ആകട്ടെ 2 കീസിന്റെയും 3 കീസിന്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് കീബോർഡിലേക്ക് നോക്കാതെ തന്നെ ഈസിയായി കീ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്ലൈൻഡ് ആയിട്ട് പോലും കറക്റ്റ് കീസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2, 3, 2, 3 ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ടാണ് ഇതിലെ ബ്ലാക്ക് കീസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് പകരം വൈറ്റ് കീസ് അറേഞ്ച് ചെയ്തിട്ടുള്ള പോലെ തന്നെ ബ്ലാക്ക് കീസും ഒരേ ഡിസ്റ്റൻസിൽ അങ്ങനെ അറേഞ്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ സെറ്റപ്പ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ സെറ്റപ്പ് ആണെങ്കിൽ, അതായത് വൈറ്റ് കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ബ്ലാക്ക് കീസും അറേഞ്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. കണ്ണടച്ച് കീയിൽ തൊട്ടാല് ഇതാണ് എല്ലാം ഒരുപോലെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോ എന്തിനാണ് ഈ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലായാലും എല്ലാം വളരെ റിസർച്ച് ചെയ്ത് ശാസ്ത്രീയമായി തന്നെയാണ് മുമ്പിലത് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കീസിന്റെ കളർ കണ്ണിന് ബ്രെയിനിലേക്ക് പാസ് ചെയ്യാൻ ഏറ്റവും ക്യാച്ച് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് ഇതിന് ചൂസ് ചെയ്തിട്ടുള്ളത്.
ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് വേറെ ഒരു കളറും ഇതിന് യോജിക്കുമെന്ന് തോന്നുന്നില്ല. കൂടാതെ വൈറ്റ് കീസിന് പ്രൊപ്പോർഷനായിട്ട് നമ്മുടെ നീളം കൂടിയ വിരലുകൾക്ക് എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബ്ലാക്ക് കീസിന്റെ സ്ഥാനവും വലുപ്പവും നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ 5 ഫിംഗേഴ്സ് ഉള്ളതിൽ 3 ഫിംഗേഴ്സിന് സാമാന്യം നീളം കൂടുതലാണ്. അപ്പോൾ നമ്മൾ വിരലുകൾ കീബോർഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം കീയിൽ ടച്ച് ചെയ്യുന്നത് ഈ 3 ഫിംഗേഴ്സ് ആണ്. തമ്പും ലിറ്റിൽ ഫിംഗറും ഇതുപോലെ പുറത്തായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ 3 ഫിംഗേഴ്സ് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ ഈ 2 ഫിംഗേഴ്സും കീസിൽ പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ താനെ വരികയാണ്. ഇപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഈ 5 കീസും പ്ലേ ചെയ്യാം. വൈറ്റും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ പ്ലേ ചെയ്യാനായിട്ട് ഈ ബെൻഡ് ചെയ്ത ഫിംഗർ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയാൽ മാത്രം മതി. വളരെ സിമ്പിൾ അല്ലേ? അതുപോലെ ബ്ലാക്കും വൈറ്റും ചേർന്ന കോമ്പിനേഷനും നമുക്ക് ഇതുപോലെ വായിക്കാം. ഇവിടെ ഓരോ കീയും ചേഞ്ച് ആകുമ്പോൾ ട്യൂണിൽ വരുന്ന ഡിഫറൻസ് നിങ്ങൾ നോട്ടീസ് ചെയ്ത് കാണുമല്ലോ. ഇങ്ങനെ ഈ 12 കീസിൽ നിന്നും ഉണ്ടായിട്ടുള്ള എണ്ണമറ്റ ട്യൂണുകളാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഓരോ കീ ഇൻസ്ട്രുമെന്റിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സാഡ് മ്യൂസിക് ആവട്ടെ, അല്ലെങ്കിൽ ഹാപ്പി മ്യൂസിക് ആവട്ടെ, സിനിമകൾക്കാണ് സസ്പെൻസ് സീനിൽ ഉണ്ടാകുന്ന മ്യൂസിക് ആവട്ടെ, ഡിവോഷണൽ മ്യൂസിക് ആവട്ടെ, അങ്ങനെ ഏത് ഫീലിംഗ്സ് ഉള്ള ട്യൂൺസും ഇത്രയും കീസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. 7 നോട്ട്സ് ആണ് സംഗീതത്തിലുള്ളതെന്ന് നമ്മൾ കേട്ട് കാണും. ഇന്ത്യൻ മ്യൂസിക്കിലെ സപ്തസ്വരങ്ങൾ എന്ന് പറയുന്ന സ രി ഗ മ പ ധ നി, അല്ലെങ്കിൽ പാശ്ചാത്യ സംഗീതത്തിലെ ടോണിക് സോൾഫ സമ്പ്രദായത്തിലുള്ള ഡോ റേ മി ഫ സോ ല ടി, കൂടാതെ വെസ്റ്റേൺ മ്യൂസിക്കിലെ പ്രചാരത്തിലുള്ള ഇംഗ്ലീഷ് ആൽഫാബറ്റ്സിലെ ആദ്യത്തെ 7 ലെറ്റേഴ്സ് ആയ എ ബി സി ഡി ഇ എഫ് ജി, ഇവിടെയൊക്കെ 7 നോട്ട്സ് ആണ് ഉള്ളതെന്ന് പറയുന്നുണ്ടെങ്കിലും 12 കീസിൽ നിന്നാണ് എല്ലാ ട്യൂണുകളും പ്ലേ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നണം അല്ലേ? അപ്പൊ ചെറുതായിട്ട് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. ഇന്ത്യൻ മ്യൂസിക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ രി ഗ മ പ ധ നി എന്ന് പറയുന്നതിൽ സ പ എന്നീ 2 സ്വരങ്ങൾ ഒഴികെ രി ഗ മ ധ നി എന്നീ 5 സ്വരങ്ങൾക്കും 2 സ്ഥാനങ്ങൾ വീതമുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 സ്വരങ്ങൾക്ക് 2 വീതം 10, പിന്നെ സായും പായും ചേർന്ന് 12 സ്വരങ്ങൾ. അത് കീബോർഡിൽ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചത്. സ രി ഗ മ പ ധ നി. അത് കൂടാതെ 5 ബ്ലാക്ക് കീസ് കൂടി നമുക്കിവിടെ ഉണ്ട്. ഇതില് സായും സ രി ഗ മ പായും ഒന്നേ ഉള്ളൂ. മറ്റു സ്വരങ്ങള് രി സ കഴിഞ്ഞിട്ട് രി 2 ഉണ്ട്, ഗ 2 ഉണ്ട്, മ 2 ഉണ്ട്, പ ഒന്നേ ഉള്ളൂ. അതിന്റെ കാരണം ഞാൻ പിന്നീട് പറയാം. ധ 2, നി 2. ഇങ്ങനെയാണ് അതിന്റെ ക്രമം വരുന്നത്. വെസ്റ്റേൺ നോട്ട്സിന്റെ ലെറ്റേഴ്സ് ആണെങ്കിൽ എ ബി സി ഡി ഇ എഫ് ജി 88 കീസ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് പിയാനോയിൽ കീ സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ നിന്നാണ്. എന്നാൽ നമ്മളിവിടെ പഠിക്കുന്ന കീബോർഡിൽ 61 കീസാണ് ഉള്ളത്. അതിൽ കീ സ്റ്റാർട്ട് ചെയ്യുന്നത് സിയിൽ നിന്നാണ്. കീബോർഡും പിയാനോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ ഉത്തരം ഈ വീഡിയോന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്. കീബോർഡ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് സി എന്ന നോട്ടിൽ നിന്നാണ്. അപ്പോ സി ഡി ഇ എഫ് ജി കഴിഞ്ഞാൽ
എ ആൻഡ് ബി. പിന്നെ വീണ്ടും അടുത്ത ഗ്രൂപ്പിൽ ഈ സി മുതൽ റിപ്പീറ്റ് ചെയ്ത് വരും. സി ഡി ഇ എഫ് ജി എ ബി അഗൈൻ സി ഡി ഇ എഫ് ജി അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇന്ത്യൻ മ്യൂസിക്കിൽ ചില നോട്ടുകൾക്ക് 2 സ്ഥാനം എന്ന് പറയുന്ന പോലെ വെസ്റ്റേൺ നോട്ട്സിൽ ഇവിടെ ബ്ലാക്ക് എക്ക് 2 പേരുള്ള ഒരു സ്ഥാനമാണ്. സിയിൽ നിന്നും അല്പം പിച്ച് വരുന്ന, പിച്ച് എന്ന് പറഞ്ഞ മലയാളത്തിൽ ശ്രുതി എന്ന് പറയും, പിച്ച് വരുന്ന നെക്സ്റ്റ് ബ്ലാക്ക് കീ സി ഷാർപ്പ് എന്നാണ് പറയുന്നത്. ഇത് സി ആണെങ്കിൽ അതിന്റെ അല്പം പിച്ച് കൂടിയ അതിന് ഷാർപ്പാകുമെന്ന് പറയും, അതിന് സി ഷാർപ്പ് എന്ന് പറയും. അപ്പം അതേ കീക്ക് തന്നെ, അതായത് ഡിയുടെ പിച്ച് കുറഞ്ഞ അവസ്ഥ, ഇടത്തോട്ട് വരുമ്പോൾ പിച്ച് കുറയാണ് ചെയ്യുന്നത്, വലത്തോട്ട് പോകുമ്പോൾ പിച്ച് കൂടുന്നു. ഇവിടെ ഫ്ലാറ്റ് ആവുകയാണ്, റൈറ്റിലേക്ക് പോകുമ്പോൾ ഷാർപ്പ് ആവുകയാണ്. അപ്പം ഡിയിൽ നിന്ന് ഇടത്തോട്ട് വരുമ്പോൾ അതിന് ഡി ഫ്ലാറ്റ് എന്ന പേര് പറയുന്നു. ഒരേ കീക്ക് തന്നെയാണ് നമ്മൾ ഈ 2 പേര് പറയുന്നത്. അപ്പൊ സി ഷാർപ്പ് എന്ന് പറയുന്ന കീയും ഡി ഫ്ലാറ്റ് എന്ന് പറയുന്ന കീയും ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഡിയിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഡി ഷാർപ്പ്. ഇതേ കീക്ക് ഇയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇതിന്റെ പേര് ഇ ഫ്ലാറ്റ് എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ എല്ലാ കീക്കും ഇതുപോലെ 2 പേരുകളുണ്ട്. എല്ലാ ബ്ലാക്ക് കീക്കും 2 പേരുകളുണ്ട്. ക്ലിയർ അല്ലേ? എല്ലാ ബ്ലാക്ക് കീസിനും ഇതുപോലെ 2 പേരുകളുണ്ടെന്ന് പറഞ്ഞ പോലെ 2 പേരുകൾ 2 സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ കർണാടക സംഗീതത്തിനും നമ്മൾ സാ കഴിഞ്ഞ് 2 രീയുണ്ട്, 2 ഗായുണ്ട്, 2 മായുണ്ട്, പാവുന്നേ ഉള്ളൂ, ധാരുണ്ട്, നീരുണ്ട്, പിന്നെ അടുത്ത ഒറ്റയിൽ നിന്ന് എടുക്കുന്ന ആദ്യത്തെ നോട്ടായ സ. അങ്ങനെയാണ് നമ്മൾ 8 കീ പൂർത്തിയാക്കുന്നത്. നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലിൽ കീബോർഡ് പഠിക്കുമ്പോൾ കീയുടെ നെയിം, അതായത് സി എന്ന് പറയുന്ന കീ എപ്പോഴും അതൊരു പ്ലേസിൽ തന്നെയായിരിക്കും, അതിന് മാറ്റം വരുന്നില്ല. അതുപോലെ എല്ലാ കീസിനും അതിന്റെ പേരിൽ ഒരു പ്ലേസ് ഉണ്ട്, അതിനൊന്നിനും മാറ്റം വരില്ല. സി കഴിഞ്ഞാൽ ഡി ആണ്, ഡി കഴിഞ്ഞാൽ ഇ ആണ്. അപ്പോൾ സിയുടെ പ്ലേസ് നമുക്ക് നോക്കാം. ഈ 2 ബ്ലാക്ക് കീ, ഇതിന്റെ ഗ്രൂപ്പ് ഉണ്ടില്ല, ആദ്യം 2 ബ്ലാക്ക്, പിന്നെ 3 ബ്ലാക്ക്, ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ 2 ബ്ലാക്കിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള കീ ആണ് സി. അപ്പോ നമ്മൾ ഓർത്ത് വയ്ക്കുന്നത് സി ഇസ് എ ലെഫ്റ്റ് ഓഫ് 2 ബ്ലാക്ക് കീസ്. ആദ്യം അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ പിന്നെ നെക്സ്റ്റ് സി കഴിഞ്ഞാൽ ഡി ആണ്, ഡി കഴിഞ്ഞാൽ ഇ ആണ്. നമുക്ക് ഓരോ കീസും അറിയാൻ പറ്റും. ഇപ്പൊ മിഡിൽ ഓഫ് ദ കീ എന്ന് പറയുമ്പോഴത്തേക്കും ഡി, സി ഇസ് ലെഫ്റ്റ് ഓഫ് 2 ബ്ലാക്ക് എന്ന് പറയുന്ന പോലെ ഇ ഇസ് റൈറ്റ് ഓഫ് 2 ബ്ലാക്ക് കീസ്. അങ്ങനെ ഓരോ കീസിന്റെയും പേരും സ്ഥാനവും ആദ്യമേ മെമ്മറിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കണം. എന്നാൽ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിലാണെങ്കിൽ സ ഏത് കീ എന്ന് വേണമെങ്കിലും തുടങ്ങാം. ഈ കാണുന്നതിൽ ഏത് കീ എന്ന് വേണമെങ്കിലും സ തുടങ്ങാം. അപ്പൊ സ ഇതിൽ നിന്ന് തുടങ്ങുമ്പോൾ അടുത്ത 2 കീ വി ആണ്, അടുത്ത 2 കീ ഗായാണ്, അടുത്ത 2 കീ മായാണ് എന്ന് പറഞ്ഞു. അതുപോലെ സ ഇതിൽ നിന്ന് തുടങ്ങിയാൽ, ഈ രണ്ടാമത്തെ കീയിൽ നിന്ന് തുടങ്ങിയാൽ അടുത്ത 2 രീ, അടുത്ത 2 ഗ അങ്ങനെ വരുന്നു. ഇനി സ ഇതിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും അടുത്ത 2 രീ, അടുത്ത 2 ഗ അങ്ങനെ ഓർഡറിലേക്ക് പോകും. അത് അടുത്ത ഗ്രൂപ്പിലേക്ക് വന്നിട്ട് പൂർത്തിയാക്കും. ഇന്ത്യൻ മ്യൂസിക്കില് 2 സ്ഥാനമുള്ള 5 നോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ നോട്ടുകളുടെ സ്ഥാനം മാറ്റിയാണ് പലതരം രാഗങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് 2 സ്ഥാനങ്ങളിൽ നിന്നും ആദ്യത്തെ നോട്ട് എടുത്തിട്ട് നമ്മൾ ഒരു ട്യൂൺ ഉണ്ടാക്കിയാലും രണ്ടാമത്തെ നോട്ട് എടുത്ത് ട്യൂൺ ഉണ്ടാക്കിയാലും അത് ഡിഫറെന്റ് ട്യൂൺസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപയോഗിച്ച് ഉണ്ടാക്കുന്ന രാഗങ്ങൾ കൂടുതലും മൈനർ രാഗങ്ങളായിരിക്കും. ഈ ബ്ലാക്ക് കീസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന രാഗങ്ങൾ കൂടുതലും നമ്മൾ സായി കിടന്ന് തുടങ്ങുകയാണെങ്കിൽ മൈനർ രാഗങ്ങളായിരിക്കും. അതിന് പൊതുവെ ഒരു ശോകഛായ ആയിരിക്കും ഈ മൈനർ കീസ് ഉപയോഗിച്ചുള്ള ട്യൂണുകൾക്ക്. രണ്ടാമത്തെ കീസ് ഉപയോഗിച്ചുള്ള ഇങ്ങനെ സാരേഗമായി ഉള്ളിൽ പോകുന്ന സ്കെയിലിന്, അതിന് മേജർ സ്കെയിൽ എന്ന് പറയുന്നത് കൂടുതലും ഹാപ്പി ട്യൂൺസ് ആയിരിക്കും നമ്മൾ ഈ കീസ് വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. വെസ്റ്റേൺ മ്യൂസിക്കിലും ഇതുപോലെ ഹാപ്പി ട്യൂൺസ് ക്രിയേറ്റ് ചെയ്യുന്ന മേജർ കീസും സാഡ് ട്യൂൺസ് ക്രിയേറ്റ് ചെയ്യുന്ന മൈനർ കീസും ഉണ്ട്. അപ്പോൾ വെസ്റ്റേണിൽ പ്രധാനമായും മേജർ സ്കെയിൽ, മൈനർ സ്കെയിൽ എന്നിങ്ങനെ 2 തരം സ്കെയിലുകളാണ് പ്രധാനമായിട്ട് പ്രചാരത്തിലുള്ളത്. അപ്പം അതിനെപ്പറ്റി പിന്നീട് ഞാൻ വിശദമായിട്ട് വരുന്ന വീഡിയോസിൽ വിശദീകരിക്കാം. ഇന്ത്യൻ സംഗീതത്തിലായാലും വെസ്റ്റേൺ സംഗീതത്തിലായാലും
ഒരു സ്കെയിലിന്റെ അല്ലെങ്കിൽ രാഗത്തെ വ്യത്യസ്തമായ ട്യൂണുകളെ ക്രിയേറ്റ് ചെയ്യുന്നത് സ്കെയിലിന്റെ രണ്ട് ഭാഗങ്ങളിൽ നിന്നാണ്. ഇതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. കർണാടക സംഗീതത്തില് കൂടുതൽ സ്വരങ്ങൾ ഉൾക്കൊള്ളുന്ന സ മുതൽ മ വരെയുള്ള ഭാഗത്തെ പൂർവാംഗമെന്നും, അതായത് സ, 2 രി, 2 ഗ, 2 മ ഇത്രയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഭാഗത്തെ പൂർവാംഗമെന്നും, അടുത്ത പ മുതൽ 2 ധ, 2 നി അതിനെ ഉത്തരാംഗമെന്നും പറയുന്നു. അതുപോലെ തന്നെ വെസ്റ്റേണിലും ഈ ഫസ്റ്റ് പാർട്ടിനെ ഫസ്റ്റ് ടെട്രാക്കോർഡ് എന്നും സെക്കൻഡ് പാർട്ടിന് സെക്കൻഡ് ടെട്രാക്കോർഡ് എന്നും പറയാറുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് ടെട്രാക്കോർഡിലെയും സെക്കൻഡ് ടെട്രാക്കോർഡിലെയും കീസിനെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് പലതരം സ്കെയിലുകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പലതരം രാഗങ്ങൾ. നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിൽ നിരവധി രാഗങ്ങൾ, എണ്ണമറ്റ രാഗങ്ങളുണ്ടല്ലോ. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കീസ് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. മേജർ മൈനർ കീസ് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. സംഗീത പരിശീലനത്തിനായി രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്നും ആദ്യത്തെ സ്വരമെടുത്ത് സ രി ഗ മ പ ധ നി സ. അപ്പൊ സ ആകണമെങ്കിൽ ഇവിടെ ഒരു കീ കൂടി ചേരണം. അടുത്ത ഗ്രൂപ്പിന്റെ ഈ ആദ്യത്തെ നോട്ട് അതും സി തന്നെയാണ്. ശ്രദ്ധിക്കുക, രണ്ട് ബ്ലാക്കിന് മുമ്പുള്ളതെല്ലാം സി ആയിരിക്കും. അപ്പോ സ രി ഗ മ പ ധ നി സ. കർണാടക സംഗീതത്തിൽ നമ്മൾ ഇതിനെ ഒരു അഷ്ടകം പൂർത്തിയാക്കുക എന്ന് പറയും. അപ്പൊ സംഗീതം പഠിക്കുന്നവര് അവരുടെ പാഠങ്ങളെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ അഷ്ടകം പൂർത്തിയാക്കുന്നതാണ്. സ രി ഗ മ പ ധ നി സ ആരോഹണത്തിലും, സ നി ധ പ മ ഗ രി സ അവരോഹണത്തിലും, അങ്ങനെ ആ ഓർഡറിലാണ് പരിശീലനങ്ങളെല്ലാം ചെയ്യുന്നത്. വെസ്റ്റേൺ മ്യൂസിക്കിലാണെങ്കിലും നമ്മുടെ സി മേജർ എന്ന് പറയുന്ന സ്കെയില് സി എന്ന് തുടങ്ങിയിട്ട് എപ്പോഴും ഓർക്കുക, സി ഇസ് ലെഫ്റ്റ് ഓഫ് 2 ബ്ലാക്ക് കീസ്. അപ്പൊ സി ഡി ഇ എഫ് ജി എ ബി അടുത്ത ഗ്രൂപ്പിലെ ഫസ്റ്റ് സെയിം, അതായത് ഇതിന്റെ നേരെ ഇരട്ടി ഫ്രീക്വൻസി ആയിരിക്കും ഇതിലുണ്ടാവുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്താൽ നമുക്ക് അതിന്റെ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. കറക്റ്റ് ഇതിൽ വായിക്കുന്ന ട്യൂണുകൾ ഈ ഒരു ഗ്രൂപ്പിൽ വായിക്കുന്ന അതേ ട്യൂണുകളായിരിക്കും അടുത്ത ഗ്രൂപ്പിൽ വായിച്ചാൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പോ ഒരു ഗ്രൂപ്പായി, 2 ഗ്രൂപ്പായി. ഞാനിപ്പോ ലോവർ ഗ്രൂപ്പ് മുതലാണ് തുടങ്ങുന്നത്. ഇപ്പൊ ലോവർ ഗ്രൂപ്പ്, അടുത്ത അതിന്റെ ഹയർ ഗ്രൂപ്പ്, അടുത്ത ഒരു ഗ്രൂപ്പ്. അപ്പൊ 3 ഗ്രൂപ്പായിട്ടുണ്ട്. 3 ഗ്രൂപ്പ് ഓഫ് കീസ് ഇപ്പൊ ആയിട്ടുണ്ട്. ഇതിലിപ്പം ഈ സി മുതൽ തുടങ്ങിയാൽ സി ഡി ഇ എഫ് ജി എ ബി ഈ സിയും കൂടി ചേരുമ്പോൾ ഒരു ഒക്ടേവായി 8 കീ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒക്ടേവ് എന്ന് പറയുന്നത്. ഒക്ടേവ് എന്നുള്ള പേര് നിങ്ങൾക്കറിയാമല്ലോ. ഒക്ടഗൺ, ഒക്ടോപ്പസ് ഇതെല്ലാം 8നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരിതാണ്. അപ്പോൾ ആ 8ാമത്തെ കീ ചേരുമ്പോൾ ഒരു ഒക്ടേവായി. അത് ഏത് കീയിൽ നിന്ന്, ഇപ്പൊ ഡിയിൽ നിന്നാണ് സ്കെയിൽ തുടങ്ങുന്നതെങ്കിൽ അടുത്ത ഡി വരെ ആയിരിക്കും അതിന്റെ അടുത്ത ഒക്ടേവിൽ വരുന്ന കീ. ഇ ആണെങ്കിൽ ഇയിൽ നിന്ന് അടുത്ത ഇ ആയിരിക്കും ഒക്ടേവിൽ വരുന്ന കീ. ഇവിടെ ഒരു ഒക്ടേവായി ഈ കീ കൂടി ചേർന്നപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്നുള്ള ആദ്യത്തെ കീ ചേർന്നപ്പോൾ ഒരു ഒക്ടേവായി. അടുത്ത ഗ്രൂപ്പിൽ നിന്ന് ആദ്യത്തെ കീ ചേരുമ്പോഴാണ് ഇത് 2 ഒക്ടേവ് ഇവിടെ പൂർത്തിയാവുന്നത്. ഇത് 3ാമത്തെ ഒക്ടേവ് പൂർത്തിയായിട്ടില്ല. 3ാമത്തെ ഒക്ടേവ് പൂർത്തിയാണെങ്കിൽ ഈ സി വരെ അതിൽ വരണം. ഇപ്പോൾ 3 ഒക്ടേവ് കഴിഞ്ഞ് 4ാമത്തെ ഒക്ടേവ് തീർന്നിട്ടില്ല. ഈ കീയുടെ സി ചേരുമ്പോൾ 4ാമത്തെ ഒക്ടേവ് തീർന്നു. അതുപോലെ 5ാമത്തെ ഒക്ടേവിലൂടെ അവസാനം ഒരു അഡീഷണൽ കീ ഉണ്ടാവും. അങ്ങനെയാണ് ഇതില് 12 ഗ്രൂപ്പുള്ള 5 കീ ആകുമ്പോൾ 12 × 5 അപ്പോൾ 60 കീ പ്ലസ് അഡീഷണൽ ഇവിടുത്തെ ലാസ്റ്റ് ഒക്ടേവ് തയ്ക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഒരു സി ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കീസിൽ കീബോർഡിന് 61 കീസ് വന്നിട്ടുള്ളത്. ഇപ്പൊ നോക്കുക, ഇതാണ് ഒരു
സ്റ്റാൻഡേർഡ് കീബോർഡാണിത്. ഇതിൽ 61 കീസ്. ഇതുപോലെ തന്നെ 5 ഒക്ടേവ്സ് ഉള്ള ഒരു കീബോർഡാണിത്. അപ്പോൾ നമ്മൾ കീബോർഡ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അതിന്റെ മിഡിൽ ഗ്രൂപ്പിലുള്ള സി എന്നാണ് പഠിച്ചത്. മിഡിൽ ഗ്രൂപ്പിന്റെ മിഡിൽ ഒക്ടേവ് എന്ന് പറയും. ഒക്ടേവ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു കീയിൽ നിന്ന് അടുത്ത അതേ കീ വരുമ്പോൾ ഒരൊക്ടേവ്. അത് ഏത് കീയിൽ നിന്നാണെങ്കിലും ശരി, ഇയിൽ നിന്നാണെങ്കിൽ ഇതാണ് അതിന്റെ ഒക്ടേവ്, ഇതിൽ നിന്നാണെങ്കിൽ ഇതായിരിക്കും അതിന്റെ ഒക്ടേവ്. ഓക്കെ, 8ാമത്തെ കീ വരുമ്പോഴാണ് ഒക്ടേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ 5 ഗ്രൂപ്പ് കണ്ടു. ഈ 5 ഗ്രൂപ്പില് ഈ മിഡിൽ ഒക്ടേവിലുള്ള സി എന്ന് പറയുന്ന കീയുടെ നേരെ ഇരട്ടി ആയിരിക്കും അടുത്ത ഒക്ടേവിലുള്ള അടുത്ത ഗ്രൂപ്പിന്റെ ഫസ്റ്റ് കീ ആയ എ സിക്ക് ഉണ്ടാവുക. അതിന്റെ നേരെ ഇരട്ടി ഫ്രീക്വൻസി ആയിരിക്കും അടുത്ത ഗ്രൂപ്പിലെ ആദ്യത്തെ കീ ആയ എ സിക്ക് ഉണ്ടാവുക. അപ്പൊ ഏത് കീയുടെയും ഇതിലുള്ള ഏത് കീയുടെയും നേരെ ഇരട്ടി ഫ്രീക്വൻസിയാണ് അതിന്റെ അടുത്ത ഗ്രൂപ്പിലുള്ള അതേ കീക്ക് ഉണ്ടാവുക. ഇപ്പൊ ഡി ആണെങ്കിൽ ഇതിന്റെ നേരെ ഇരട്ടി ഫ്രീക്വൻസി ആയിരിക്കും. ഇ ആണെങ്കിൽ അതിന്റെ നേരെ ഇരട്ടി ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാവും. എഫ് ആണെങ്കിലും നേരെ ഇരട്ടി ഫ്രീക്വൻസി ആയിരിക്കും ഇതിലുണ്ടാവുക. ഈ ഒരു കാരണത്താൽ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ വായിക്കുന്ന ഏത് ട്യൂണും അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഗ്രൂപ്പിൽ വായിക്കാൻ പറ്റും. അതായത് ഈ ഗ്രൂപ്പിൽ വായിക്കുന്ന ട്യൂൺ തന്നെയായിരിക്കും നമ്മൾ അടുത്ത ഗ്രൂപ്പിൽ വായിക്കുമ്പോഴും ഉണ്ടാവുന്നത്. ഞാനൊരു ചെറിയ ട്യൂൺ വായിക്കാം. ഇതേ ട്യൂണ് നമ്മൾ അടുത്ത ഗ്രൂപ്പിൽ വായിച്ചാലും അതുപോലെ തന്നെ മനസ്സിലായില്ലേ? സെയിം ട്യൂണാണ് നമുക്ക് കിട്ടുക. അതായത് ഒരു മെയിൽ സിംഗറും ഫീമെയിൽ സിംഗറും പാടുന്ന പോലുള്ള വ്യത്യാസം മാത്രമാണ് അതിലുണ്ടാവുക. അതിൽ ഞാനിപ്പോ ഒരു 5 കീസ് ഞാനിതിൽ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ലോവർ ഒക്ടേവ് മുതൽ ഹയർ ഒക്ടേവ് വരെ വായിച്ച് കേൾപ്പിക്കാം. ഇതേ ട്യൂൺ തന്നെയായിരിക്കും അടുത്ത ഗ്രൂപ്പിലെ ഈ സീൽ തുടങ്ങിയാലും അടുത്ത ഗ്രൂപ്പിലും സെയിം. അപ്പോൾ ഇപ്പൊ നമ്മള് കീബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കീസിനെ പറ്റി നമ്മൾ ഒരുവിധം മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ? ഇനി നമുക്ക് അതിന്റെ അടുത്ത ടെക്നിക്കൽ സൈഡിലേക്ക് കടക്കുന്ന സമയം കുറച്ചധികമായി തോന്നുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇതിന്റെ ബാക്കി ടെക്നിക്കൽ സൈഡ് നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കീബോർഡിന്റെയും പിയാനോന്റെയും പൊതുവായ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. പൊതുവെ പറയുകയാണെങ്കിൽ രണ്ടിലും ബേസിക് ലെസൺസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. എന്നാൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളുണ്ട്. ഇതാ ഇവിടെ രണ്ടും ഇരിക്കുന്നുണ്ട്. ഒരു ഇലക്ട്രോണിക് കീബോർഡും ഒരു ഡിജിറ്റൽ പിയാനോ. ഇതൊരു ഡിജിറ്റൽ പിയാനോ ആണ്. അക്കോസ്റ്റിക് പിയാനോ ഇതൊന്നും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഡിജിറ്റൽ പിയാനോ എന്ന് പറയുമ്പോൾ അതിന്റെ സൗണ്ട് എല്ലാം ഡിജിറ്റലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഒരു സ്പീക്കർ കൂടിയാണ് നമ്മൾ അതിന്റെ ശബ്ദം കേൾക്കുന്നത്. അക്കോസ്റ്റിക് പിയാനോ അങ്ങനെയല്ല. അക്കോസ്റ്റിക് ആംപ്ലിഫിക്കേഷനിലൂടെ അതിന്റെ ഹാമർ ഹിറ്റ് ചെയ്തിട്ട് അതിന്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിന്റെ ഒരു വലിപ്പം തന്നെ നോക്കുക. ഇത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. പിയാനോ എന്ന് പറയുന്ന സാധനം ഒരു സ്ഥലത്ത് നമുക്ക് ഒതുക്കി വെക്കാനേ പറ്റുള്ളൂ. അത് കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റില്ല. അതേസമയം കീബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു പോർട്ടബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ കീബോർഡിനകത്ത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു പല ഇൻസ്ട്രുമെന്റിന്റെ ഇപ്പോൾ പലതരം ഇൻസ്ട്രുമെന്റ്, വിൻഡ് ഇൻസ്ട്രുമെന്റ് ആവട്ടെ, സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആവട്ടെ, അല്ലെങ്കിൽ ഈവൻ പെർക്കഷൻ വരെ അതെല്ലാം നമ്മുടെ കീബോർഡിനകത്തുണ്ട്. കൂടാതെ നമ്മൾ പാട്ട് വായിക്കുമ്പോൾ നമ്മുടെ താളത്തിന്റെ അകമ്പടകളോടി വായിക്കാവുന്ന അക്കമ്പനിമെന്റ് എന്ന് പറയുന്ന ഫങ്ഷൻസ്, ഋതം, മറ്റ് കോഡ്സ് എല്ലാം കൂടി ചേർന്ന അക്കമ്പനിമെന്റ് ഫങ്ഷൻസ് എല്ലാം ഇതിലുണ്ട്. ഒരു വൺ മാൻ ഷോയ്ക്ക് പറ്റിയ സാധനമാണ്. അതേസമയം പിയാനോയിൽ നമ്മൾ ഈ പറയുന്ന മാതിരിയുള്ള ശബ്ദങ്ങളൊന്നുമില്ല. ഡിജിറ്റൽ പിയാനോയിൽ ഉണ്ടാകും. ഞാൻ പ്രത്യേകം പറയാണ്, അക്കോസ്റ്റിക് ശരിക്കും പിയാനോ എന്ന് പറയുന്ന അക്കോസ്റ്റിക് ഇൻസ്ട്രുമെന്റിലെ പിയാനോയുടെ ശബ്ദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിയാനോയിൽ വെയിറ്റഡ് കീസാണ് ഉള്ളത്. അതായത് ഇതിന്റെ കീ പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് പ്രസ് ചെയ്യണം. കീബോർഡ് ആവട്ടെ സോഫ്റ്റ്, വളരെ സോഫ്റ്റ് ആണ് ഇതിന്റെ കീസ്. മാത്രമല്ല ഇതിലൊരു കീബോർഡിൽ 61 കീസാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞല്ലോ. അത് സിയിൽ നിന്നാണ് തുടങ്ങുക. ഈ രണ്ട് ബ്ലാക്ക് കീന്റെ ലെഫ്റ്റുള്ള സിയിൽ നിന്നാണ് കീ തുടങ്ങുന്നത്. പിയാനോയിലാണെങ്കിൽ 88 കീസ് ഉണ്ട്. അത് തുടങ്ങുന്നത് എ മുതലാണ്. എ, ബി, സി. ഈ രണ്ട് ബ്ലാക്ക് കീന്റെ ലെഫ്റ്റുള്ള സി
അപ്പൊ സിയുടെ മുമ്പുള്ള ബി ഇങ്ങനെ എയിൽ നിന്നാണ് ഒരു പിയാനോ തുടങ്ങുന്നത്. ആ ഒരു വ്യത്യാസം കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ കീബോർഡിന്റെ ലെസൺസ് അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ മറ്റു പല ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ലെസൺസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ മറ്റു ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ നമ്മൾ അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അതുവരെ ബൈ.